ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തരുടെ ആരോഗ്യ സേവനത്തിനായി അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് തുറന്നു. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഭദ്രദീപം തെളിയിച്ച് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ഭാഗമായി ഏറ്റുമാനൂരിലും ഇടത്താവളത്തിൽ വളരെ നേരത്തെ മീറ്റിംഗ് കൂടിയിരുന്നു. ഈ വർഷം എല്ലാ സ്ഥലങ്ങളിലും വിപുലീകരിച്ച സൗകര്യങ്ങളാണ് ഉറപ്പാക്കിയത്. ഞാൻ ഇന്നലെയും ഇന്ന് ഉച്ചവരെയും ശബരിമലയിലായിരുന്നു. അവിടെ പമ്പയിലായിരുന്നാലും നിലയ്ക്കലായിരുന്നാലും അതേപോലെ തന്നെ സന്നിധാനത്തിലായിരുന്നാലും മുമ്പിന്നാൽ ഇല്ലാതിരുന്ന വളരെ സൗകര്യങ്ങൾ ഉറപ്പാക്കി. ഏതാണ്ട് 8,000 പേർക്ക് വിരിവയ്ക്കാവുന്ന ജർമ്മൻ പന്തൽ ഞങ്ങൾ പമ്പയിലും അതുപോലെ തന്നെ നിലയ്ക്കലും പുതിയതായി പണിതു. സന്നിധാനത്തിലും ഏതാണ്ട് 5,000-ൽ പരം ആളുകൾക്ക് നിൽക്കാൻ മഴ നനയാതെ അതിനുള്ള സൗകര്യം പുതുതായി ഉണ്ടാക്കി. എല്ലാ സ്ഥലങ്ങളിലും ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കി. ഇപ്പോൾ വരുന്ന ഓരോ ഭക്തനും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് താൽക്കാലിക ബുക്കിംഗ് നടത്തി ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ കണക്ക് 12 മണി വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ 30,657 പേര് ഇന്നലെ ദർശനത്തിന്. അതിൽ 26,957 പേര് വെർച്വൽ ബുക്ക് ചെയ്താണ്. ബാക്കി താൽക്കാലിക ബുക്കിംഗ് വന്ന് കയറിയാണ്. രാവിലെ 10 മണിയാകുമ്പോൾ 1,00,000 പേര് കഴിഞ്ഞു. ഏരിയ ചെയർമാൻ ബാബു ജോർജ് അധ്യക്ഷത വഹിച്ചു. അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി എബ്രഹാം തോമസ്, ഏരിയ കൺവീനർ കെ ഷാജിമോൻ, ജില്ലാ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളായ KM വേണുഗോപാൽ, ES ബിജു, അഡ്വക്കേറ്റ് വി ജയപ്രകാശ്, RAN റെഡ്ഡിയാർ, ഏരിയ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളായ PS വിനോദ്, ഗീത ഉണ്ണികൃഷ്ണൻ, KP ശ്രീനി, MD വർക്കി, MS ചന്ദ്രൻ, രതീഷ് രത്നാകരൻ, ഡോക്ടർ U അശ്വതി, ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് G നായർ, ഉപദേശക സമിതി സെക്രട്ടറി PG സോമൻ, അഭയം ചാരിറ്റബിൾ സൊസൈറ്റി വോളണ്ടിയർമാർ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 24 മണിക്കൂറും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സർവീസും ലഭ്യമാണ്. i4U ന്യൂസ്, ഏറ്റുമാനൂർ.